പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത്. കാരണം ഇത് എൻഡോമെട്രിയോസിസിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് യൂട്രസിനുള്ളിലുള്ള കോശങ്ങൾ യൂട്രസിൻ്റെ പുറത്ത് വളരുന്നൊരവസ്ഥയാണ്. ഇന്ന് സ്ത്രീകളിൽ ഇത് വളരെ കൂടുതലാണ്. ടീനേജേഴ്സ് മുതൽ തുടങ്ങി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പീരീഡ്സ് സമയത്ത് അസഹ്യമായിട്ടുള്ള വേദന ആയിരിക്കും. ഇപ്പോൾ ടീനേജേഴ്സിൽ അവർക്ക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അസഹ്യമായിട്ടുള്ളൊരു വേദന അത് അവരുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പീരീഡ്സിലും ഇത്തരം സിവിയറുള്ള പെയിൻ ഉണ്ട് എങ്കിലും ഒരിക്കലും അവഗണിക്കരുത്. ഇനി അതുപോലെ സ്ത്രീകളിൽ തുടക്കത്തിലൊന്നും ഇങ്ങനെ പീരീഡ് പെയിൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പീരീഡ് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് പീരീഡ്സ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ പെയിൻ ഉണ്ട്. ഇനി ഇതോടൊപ്പം ഹെവി ബ്ലീഡിങ് ഉണ്ട്. അത് ഓരോ പീരീഡ്സ് കഴിയുന്തോറും ഇത്തരം പെയിനും ബ്ലീഡിങ്ങും കൂടിക്കൂടി വരുന്നുണ്ട് എങ്കിൽ അവഗണിക്കരുത്. പലപ്പോഴും ഇത്തരം പെയിൻ അവഗണിക്കുമ്പോൾ പീരീഡ്സ് അല്ലാത്ത സമയത്തും ക്രോണിക് ആയിട്ടുള്ളൊരു പെയിൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഗ്രോത്ത് ഏത് ഭാഗങ്ങളിലാണ് എന്നതിനനുസരിച്ചിട്ട് ആ ഭാഗത്ത് പെയിന് കാണാറുണ്ട്. മാരേജ് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് കുട്ടികൾക്ക് ട്രൈ ചെയ്യുമ്പോഴാവും പലരും ഇതുള്ളത് അറിയുന്നത്. കാലം കഴിയും തോറും ഇതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ വേദനയുടെ കടുപ്പം കൂടുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്.